പി എസ് സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ പ്രേക്ഷകരോട് പറയുമായിരുന്നു, നമ്മളിപ്പോൾ നിൽക്കുന്ന മലപ്പുറത്തിൻ്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 89-88ഒക്കെയാണ്. അത്യാവശ്യം പോപ്പുലേറ്റഡ് ആണ്, ധാരാളം വാഹനങ്ങൾ ഓടുന്നു. ഇപ്പോൾ ഡൽഹിയിലെ അവസ്ഥ എന്താണ്? വായു ഗുണനിലവാര സൂചിക ഇന്നത്തെ ദിവസം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും വായു ഗുണനിലവാര സൂചിക ഇന്നും അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ ഇൻഡെക്സിൻ്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ മാപ്പ് എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണാൻ കഴിയുന്നുണ്ടാകും. എല്ലായിടത്തും ചുവന്ന അടയാളമാണ്. എവിടെ തൊട്ടാലും ഈ ഹസാഡസ്, ഏറ്റവും അപകടകരമായ അവസ്ഥ എന്ന് കാണിക്കുന്ന പോയിന്റുകൾ തന്നെയാണ്. ഏതാണ്ട് 305, 304, 334, 444 അങ്ങനെയുള്ള വളരെ അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ് ഇന്നും എയർ ക്വാളിറ്റി ഇൻഡെക്സ് ദില്ലിയിലെ എല്ലാ മേഖലകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്പഥിലാണ്. എനിക്ക് പുറകിൽ വിജയ് ചൗക്ക് കാണാം. ഒരു പുകമഞ്ഞ് വിജയ് ചൗക്കിലാകെ പടർന്നിരിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ക്ലിയറായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ വിജയ് ചൗക്ക് കാണേണ്ടതാണ്. പക്ഷേ ഈ പുകമഞ്ഞുള്ളത് കൊണ്ട് അത് കാണുന്നില്ല. അപ്പോൾ ഈ കാഴ്ചയിൽ തന്നെ നമുക്കറിയാം എത്രത്തോളം ഭീകരമാണ് ദില്ലിയിലെ ഒരു അന്തരീക്ഷം എന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിന് മുൻപൊക്കെ തന്നെ ഉള്ളതിൽ വെച്ച് ഇന്ന് കുറച്ചുകൂടി പുകമഞ്ഞ് ദില്ലിയിൽ കുറഞ്ഞിട്ടുണ്ട്. വിഷാംശം ദില്ലിയിൽ കുറഞ്ഞിട്ടുണ്ട്. ദില്ലിയിലെ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് വായു ഗുണനിലവാരം കുറച്ചു കൊണ്ടുവന്നത് എന്ന് നമുക്ക് കണക്കാക്കാം. നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 1000-ന് മുകളിലൊക്കെ തന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കാണിച്ചിരുന്നു. ഏതായാലും ഇന്ന് അതിൽ കുറവുണ്ട്. ഈ വിജയ് ചൗക്കിന് എതിർവശത്ത് ഇന്ത്യ ഗേറ്റാണ്. ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു ചെറിയ രൂപം എൻ്റെ കാഴ്ചയ്ക്ക് കാണാം. ക്യാമറയിൽ അത് കാണുമോ എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ വിജിത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയ്ക്ക് ഭീകരമാണ് ദില്ലിയുടെ അന്തരീക്ഷം. അതിങ്ങനെ തുടരുന്നു. ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധി ഇവിടെ തുടരുകയാണ്. സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തനം 50% വർക്ക് ഫ്രം ഹോം ആക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നിരത്തുകളിൽ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നത് തന്നെയാണ്. ദില്ലിയിലെ ഒരു വായു മലിനീകരണത്തിൻ്റെ തോത് ഉയർത്തുന്നതിൽ വാഹനങ്ങൾക്ക് ഗണ്യമായ പങ്കുണ്ട്. ഏതാണ്ട് 47% ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകമാലിന്യങ്ങളാണ് ദില്ലിയുടെ അന്തരീക്ഷത്തെ ഇത്രയും മലീമസമാക്കുന്നത്. ഏതായാലും വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ പ്രധാനമായും തുടരുന്നത്. അതിൻ്റെ ഭാഗമായി ഈ സർക്കാർ ജീവനക്കാരെയൊക്കെ തന്നെ 50% വീടുകളിൽ ഇരുത്തി തന്നെ ജോലി ചെയ്യിപ്പിക്കുക. സ്വകാര്യ സ്ഥാപനങ്ങളും ഇത് പിന്തുടരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പൊതുഗതാഗത സംവിധാനം പരമാവധി ഉപയോഗിക്കാനും ഈ സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുമൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അങ്ങനെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ഇവിടുത്തെ വായു മലിനീകരണ തോത് കുറപ്പിക്കാനുള്ള നടപടികളുമായി സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അരുൺ, ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ബാംഗ്ലൂരു നഗരത്തിലിരുന്ന് ഒരു മുറിയിൽ 50 സിഗരറ്റ് എങ്ങനെ വലിക്കുന്നുണ്ടോ അത്രയും രൂക്ഷമാണ് ഡൽഹിയിൽ പുറത്തിറങ്ങി വെറുതെ നിങ്ങളൊന്ന് നടന്നാൽ എന്നതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം സങ്കീർണമാണ് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചികയുടെ ഇൻഡെക്സ് ഇപ്പോൾ പറയുന്നത്.